ഏകദേശം ഇനി 1 മണിക്കൂർ കൂടി ഈ പൊതുദർശനം ഉണ്ടാകും. 10 മണി വരെ ഈ ഹോളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് കാണാം റോട്ടിലൊക്കെ വലിയ ക്യൂ ആണ് മൂട്ടി. അതായത് ഈ ഹൈവേയുടെ സമീപത്തൊക്കെ നിരവധി ആളുകളാണ് ഇവിടെ നോക്കി കാണാനായി, കുട്ടികളെ കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അത്രയധികം ജനത്തിരക്കുണ്ട്. 1 മണിക്കൂർ, അതായത് 10 മണി വരെ ഈ ഒരു പൊതുദർശനം നീളുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ആണ് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം ഖബറടക്കുകയും ചെയ്യുന്നത്. ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. വെള്ളിയാഴ്ചയാണ്, പ്രത്യേക പ്രാർത്ഥനകളുള്ള ദിവസമാണ്. അപ്പോൾ 12 മണിക്ക് മുമ്പ് ഖബറടക്കം നടത്തണമെന്നുള്ളതാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി തന്നെ 10 മണിക്ക് ഇവിടുത്തെ പൊതുദർശനം. സങ്കടത്തിന്റെ പെരുമഴ പെയ്ത്താണ് ഓരോ നെഞ്ചിലുമെന്ന് നമുക്കറിയാം. അതങ്ങനെ കണ്ണീരായി കണ്ണുകളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിയന്ത്രിക്കാനാവാത്ത വിധം അവരൊക്കെയും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച. ഒപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുടെ ഖബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ കൂടിയാണ്. മറ്റൊരു വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാനാവും. പള്ളിപ്പറമ്പിലെ ഖബറടക്കത്തിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഏതാനും സമയം കൂടിയേ ഇനി കരിമ്പനക്കൽ ഹാളിൽ ഇവർ ഉണ്ടാവും. അതിനുശേഷമുള്ള യാത്രയാണ് പള്ളിപ്പറമ്പിലേക്ക്, അതും ഒരുമിച്ച്. മദ്രസ കാലം മുതൽ അങ്ങനെ മിണ്ടിയും പറഞ്ഞും സ്നേഹിച്ചും കരുതലോടെയും ചേർത്ത് പിടിച്ചും സ്നേഹിച്ചും ഒക്കെ മുന്നോട്ട് പോയ ആ കാലം കടന്ന് മരണത്തിലേക്കും ഒരുമിച്ച് തന്നെ നടന്നുപോയി. ഇപ്പോൾ ഇനി അന്ത്യവിശ്രമവും ഒരുമിച്ച് തന്നെയാണ്. എങ്ങനെയാണിത് സഹിക്കാനാവുക? പരിചയമുള്ളവർക്ക്, ആ നാട്ടുകാർക്ക്, ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ളൊരു മടക്കം. കരിമ്പനക്കൽ ഹാളിലേക്ക് ആളുകൾ വരിവരിയായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം പഠിച്ചവരും നാട്ടുകാരും ബന്ധുക്കളും അധ്യാപകരും അങ്ങനെ നിരവധി പേരെത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരും MLAയും ജില്ലാ കളക്ടറും അടക്കം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ നിരവധി പേർ അവിടെ സ്ഥലത്തുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, അങ്ങനെ നിരവധി പേർ കരിമ്പനക്കൽ ഹാളിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. എല്ലാവരും മൗനമായി നിന്ന് യാത്ര അയക്കുന്ന ദൃശ്യങ്ങളാണിത്. ഒപ്പം അന്ത്യവിശ്രമത്തിനായി തയ്യാറാക്കിയ പള്ളിപ്പറമ്പിലെ കാഴ്ചകളും കാണാനാവും പ്രേക്ഷകർക്ക്. ഗോകുൽ തുടരുന്നുണ്ട്. അവിടെ നിന്നും ഗോകുൽ, പള്ളിപ്പറമ്പിലും ഇതേ സമയം തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇവരെ ഏറ്റുവാങ്ങാനുള്ള മണ്ണ് തയ്യാറെടുത്തിരിക്കുന്നു ഗോകുൽ. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം അല്ലേ? ഒരുമിച്ചൊരു ഉറക്കത്തിന്, അന്ത്യവിശ്രമത്തിന് തയ്യാറെടുക്കുകയാണ് അവർ. ഒരുമിച്ചാണ് സ്കൂളിൽ നിന്ന് വന്നതും. പരീക്ഷ എഴുതി മടങ്ങുകയായിരുന്നു. ആർത്തുല്ലസിച്ച് ചിരിച്ച് കളിച്ച് ഒരുമിച്ച് വരികയായിരുന്നു. ഒപ്പം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൂടെയുണ്ടായിരുന്ന, അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഒരാളെക്കുറിച്ചാണ്. ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും അവൾ ഉണ്ടാകുമോ, അതോ നെഞ്ചു തകർന്ന് വീടിനുള്ളിലായിരിക്കുമോ എന്നതുകൂടി ഓർത്തു പോകുന്നു. അജിനെയാണ് ആ രക്ഷപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്നവരുടെ കുടയും പരീക്ഷ എഴുതിയ ബോർഡും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പകച്ചിരിക്കുന്ന കുട്ടിയെ നമ്മൾ ഇന്നലെയും ദൃശ്യങ്ങളിൽ മാതൃഭൂമി ന്യൂസ് നിങ്ങളോട് പങ്കുവച്ചതാണ്. എങ്ങനെയാണ് അവളിനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? കരുത്ത് നൽകണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ഈ വിടവ് ഒരിക്കലും നികത്താനാവുന്നതല്ല. ഇനി ഏറെ കാലമെടുത്തു മാത്രം ഇത് മറികടക്കാനാവുക മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് നമുക്കൊക്കെ അറിയാം. മരണം ഒരു സത്യമാണ്, അത് ഉൾക്കൊള്ളുക തന്നെ വേണം. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നത് നമ്മൾ ഈ സാഹചര്യത്തിൽ ചികഞ്ഞു നോക്കിയാലും തീരാ നഷ്ടം അതൊരിക്കലും നികത്താനാവാത്തതാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, നിരവധി പരാതികൾ ഉയർന്നിട്ടും പരിഹരിക്കപ്പെടാത്ത സാഹചര്യം, ഇതൊക്കെ ഉയർന്നു വന്നു പ്രതിഷേധമായി. അപ്പോഴും നഷ്ടപ്പെട്ട കുരുന്നുകൾ തിരിച്ചു വരുന്നില്ല എന്നതാണ്. നിറമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ കുരുന്നുകൾ അങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ട് കലവില കൂട്ടിക്കൊണ്ടിരുന്ന 4 പെൺകുഞ്ഞുങ്ങൾ, പെൺപൂക്കളാണ് നഷ്ടപ്പെട്ടത്. ഇർഫാന, ആയിഷ, റിത, നിത. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, അന്ത്യയാത്ര വീട്ടിൽ നിന്നിറങ്ങി ഇതാ കരിമ്പനക്കൽ ഹാളിലാണ് 4 പേരും ഉള്ളത്.
നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ ദൃശ്യത്തിൽ ഒരു വിൻഡോയിൽ പള്ളിയിലെ ഒരുക്കങ്ങൾ നടക്കുന്നു. അവരെ സ്വീകരിക്കാനുള്ള മണ്ണ് തയ്യാറായിരിക്കുന്നു. ഇപ്പോഴും നിരവധി പേരാണോ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്? ദൃശ്യങ്ങളിൽ നമുക്ക് ആ തിരക്ക് മനസ്സിലാവുന്നു. എങ്കിൽ കൂടിയും എത്രത്തോളമാണ് ആ തിരക്ക്? പങ്കുവയ്ക്കൂ അരുൺ. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികൾക്കുള്ള ഖബറിടം ഒരുങ്ങി.